ഇപ്പോൾ കുറച്ച് വ്ളോഗുകൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാം ഉണ്ട്. ഷെമിയും ഞാനും ഒന്നിച്ച് ജീവിതം തുടങ്ങിയിട്ട് 7 വർഷമായി. തുടക്കത്തൊക്കെ എല്ലാവരും പറഞ്ഞത് ഇത് 3 മാസം വരെ പോവുകയുള്ളൂ എന്നാണ്. അധികമൊന്നും മുന്നോട്ട് പോകില്ല എന്നായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അനുഭവിച്ചാണ് ഇവിടെ വരെ എത്തിയത്. എല്ലാത്തിനും ഷെമി ഒപ്പം ഉണ്ടായിരുന്നു. എല്ലാത്തിനുമിടയിൽ ഞങ്ങളുടേതായ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ. കല്യാണം കഴിച്ചാൽ മുന്നോട്ട് പോകുമോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഞങ്ങളോട് വലിയ രൂപത്തിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. വലിയൊരു ബാധ്യതയോ സംഭവമോ എടുത്തു വെക്കേണ്ട എന്ന് തല പുകയ്ക്കേണ്ടെന്ന് പലരും പറഞ്ഞു. എന്നാലും കല്യാണം കഴിഞ്ഞു. അങ്ങനെ അങ്ങ് പോവുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. എപ്പോഴും പോസിറ്റീവ് കണ്ടെത്തുക, നെഗറ്റീവ് ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഏത് കല്യാണമായാലും അത് മുന്നോട്ട് പോയേ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്രാവശ്യം എന്തായാലും ഷെമിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫോൺ വേണമെന്ന് കുറച്ചായി എന്നോട് പറയുന്നു. ഐഫോണൊക്കെ എടുത്താൽ നന്നായി ഫോട്ടോകളെല്ലാം എടുക്കാം എന്നല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അവൾക്ക് വേണമെന്ന് തോന്നിയതെല്ലാം ഞാൻ മേടിച്ച് കൊടുക്കാറുമുണ്ട്. ഭാര്യ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണല്ലോ, അപ്പോൾ ഗിഫ്റ്റും അതുപോലെ തന്നെ ആയിരിക്കണം. ഏറ്റവും നല്ലത് കൊടുക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഐഫോൺ വാങ്ങാൻ പോകുന്നു എന്നും വ്ലോഗിൽ കാണിച്ചിരുന്നു. ഓറഞ്ച് കളർ വേണമെന്നാണ് ആഗ്രഹിച്ചത്. ആദ്യം ഷോപ്പിൽ പോയപ്പോൾ കിട്ടിയില്ല. അതിനുശേഷമായിരുന്നു അടുത്ത ഷോപ്പിലേക്ക് പോയത്. ആഗ്രഹിച്ചത് തന്നെ കിട്ടിയിരുന്നു. വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. റെഡി ആയിട്ടൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. വീഡിയോ പിന്നെ എടുക്കാം, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നാണ് പറഞ്ഞത്. വീട്ടിലേക്ക് എത്തുന്നതിനിടം ഷെമിയെ വിളിച്ചു ഫോണിൽ. ആനിവേഴ്സറി ആണൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും, പക്ഷെ ഐഫോൺ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാണ്. 7 വർഷത്തെ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് ഷെമിയും പറഞ്ഞത്. ഉള്ളത് പറയണോ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു. 100-ൽ 70 മാർക്ക് കൊടുക്കാം എന്നായിരുന്നു ഷെഫിയോട് ഷെമി പറഞ്ഞത്. ജീവിതത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നും ഷെമി പറയുന്നു. ഷെമിയെയും ഷെഫിയെയും വിമർശിച്ച് ഒരുപാട് പേർ രംഗത്ത് വന്നു എന്നിരുന്നാൽ കൂടി അവരുടെ ജീവിതം അവർ സന്തോഷമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ വാർത്തകളിലും മറ്റുള്ളവരുടെ വാക്കുകളും കേട്ട് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഒതുക്കി വെക്കാൻ നോക്കുമ്പോൾ അത്രമാത്രം പ്രയാസങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അവർ എന്തോ പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്ന ഉറച്ച നിലപാടോടുകൂടി തന്നെയാണ് ഷെമിയും ഷെഫിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഷെമിയെയും ഷെഫിയെയും ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിലെ മറ്റ് വീഡിയോകളും കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്.